അപ്പൊ വീട് അഭയകേന്ദ്രമാണ്. ആ വീട്ടിനുള്ളിലേക്ക് പിന്നീട് നമ്മൾ കടക്കുകയാണ്. എങ്ങനെയാ കടക്കേണ്ടത്? അസ്സലാമു അലൈക്കും പറഞ്ഞ് കടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നീ ഒരു പ്രാർത്ഥന നിർവഹിക്കണേ. ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഖറജ്നാ വഅലല്ലാഹി റബ്ബനാ അലൈക തവക്കൽനാ. അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുന്നത്. അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നത്. അവനിലേക്ക് പരിപൂർണമായി ഞാൻ പരമേൽപ്പിക്കുകയും ചെയ്യുന്നു. ഇത് പറഞ്ഞുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് കടക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഖറജ്നാ റബ്ബനാ അലൈക തവക്കൽനാ. പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്ന് പറഞ്ഞ എല്ലാവരും ബിസ്മില്ലാഹി വലജ്നാ ബിസ്മില്ലാഹി ഖറജ്നാ റബ്ബനാ അലൈക തവക്കൽനാ. ഇത് പറഞ്ഞുകൊണ്ടാകണം വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇതൊക്കെ എന്തിനാ പറയുന്നത്? ഇത് പഠിച്ചിട്ട് വീട്ടിൽ ഇങ്ങോട്ട് വാത് കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോ ഇത് പറയണം. അതിനുവേണ്ടിയാണ്. അതുകൊണ്ടാണ് ഒന്നും കൂടെ പറഞ്ഞേ. ബിസ്മില്ലാഹി വലജ്നാ ബിസ്മില്ലാഹി ഖറജ്നാ റബ്ബനാ അലൈക തവക്കൽനാ. ഇത് പറഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ വീട്ടിലേക്ക് കയറിയാൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകും. ഹബീബുനാ റസൂലുള്ളാഹി. ബിസ്മിയല്ലി വീട്ടിൽ കടക്കുക. മാഷാ അല്ലാഹ്. മാത്രമല്ല വീട്ടിലേക്ക് കയറിയാൽ ഉടനെ ഒരു സൂറത്ത് ഓതണം. ഏതാണെന്നറിയോ? സൂറത്തുൽ ഇഖ്ലാസ്. എപ്പ കടന്നാലും വീട്ടിൽ പിന്നെ നല്ല സുഖമായിരിക്കും. ആ വീട്ടിൽ ഒരു സ്വസ്ഥതയുണ്ടാകും. സമാധാനം ഇല്ല എന്ന് പറയുന്നില്ലേ, അത് മാറിക്കിട്ടും. സമാധാനം ഉണ്ടാകും. ഇന്ന് മുതൽ ചെയ്തു നോക്ക്. ഇന്ന് മുതൽ നിങ്ങൾ വാല് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഒറ്റവട്ടം ഓതിയാൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത് ചൊല്ലിയിട്ട് വേണം വീട്ടിനുള്ളിലേക്ക് കടക്കാൻ. ഒരു വീട് പുതുതായിട്ട് കുടിയിരിക്കുക അല്ലെ? കുടിയിരിക്കൽ എന്നല്ലേ പറയാ? പുതിയ വീട് എന്താ പറയാ? പരിപാടി നടക്കുന്നത് കുടിയിരിക്കുക. അങ്ങനെ കുടിയിരിക്കുന്ന സമയത്ത് അടുപ്പ് കത്തിക്കുന്ന സമയത്ത് അതിനു മുമ്പ് എല്ലാവരും കൂടി, ശുദ്ധിയുള്ള എല്ലാവരും കൂടി സൂറത്തു ഖുറൈശ് 3 പ്രാവശ്യം ഓതണം. ഉസ്താദേ വീടൊക്കെ കഴിഞ്ഞിപ്പോ 10 കൊല്ലമായി താമസം തുടങ്ങിയിട്ട്. ഇനിയിപ്പോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ, ഞാനീ പറയുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തു ഖുറൈശ് ഓദിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ നാമമാണ് ഖുറൈശ്. ആ നാമത്തിന്റെ പേരിലുള്ള സൂറത്തു ഖുറൈശ് പാരായണം ചെയ്തുകൊണ്ട് വീട് കുടിയിരിക്കൽ നടത്തിയാൽ ഖിയാമത്ത് നാൾ വരെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉസ്താദേ, ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചില്ലല്ലോ. ഇനി നാളെ രാവിലെ എങ്കിലും ബിസ്മില്ലി ചായനെത്തുമ്പോ അതിന്റെ ബറക്കത്ത് വെച്ചിട്ടൊരു 3 സൂറത്ത് ഖുറൈശ് ഓതണം. സ്ത്രീകൾ ശ്രദ്ധിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. 3 പ്രാവശ്യം ഓതുക. കുടിയിരിക്കുന്ന സമയത്താണെങ്കിൽ എല്ലാവരും കൂടി അത് ശ്രദ്ധിക്കുക. അടുപ്പ് കത്തിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, പാല് കാച്ചുന്ന പരിപാടി, അതിന് മുമ്പായിട്ട് തോന്നാം. എന്നിട്ട് വേണം പാല് കാച്ചാൻ. വീട്ടിനുള്ളിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കണേ, വലതുകാല് വെക്കാൻ മടിക്കരുതേ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടതുകാല് വെക്കാനും മടിക്കരുതേ. പള്ളിയിലേക്ക് കയറുമ്പോ വലതുകാല്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടതുകാല്. ചെരുപ്പ് ധരിക്കുമ്പോ ഏത് കാലാണ്? ഏത് കാലാണ്? വലതുകാല്. ഊരുമ്പോഴോ
ഇടത് കാല്. അപ്പൊ പള്ളിയിലേക്ക് ഒരാൾ കയറി, എങ്ങനെ കയറി? വലത് കാല് വെച്ച് കയറി, ഇടത് കാല് വെച്ച് ഇറങ്ങാൻ. അപ്പൊ ചെരുപ്പ് എങ്ങനെ ധരിക്കും? എങ്ങനെ ഇരിക്കും? എന്റെ പൊന്നു ഉസ്താദേ, ഇത് ഞങ്ങൾ ആകെ കുഴപ്പിക്കുമല്ലേ. ഇതിപ്പോ ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഇത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമില്ല. നാളെ മുതൽ വേണേ ചെയ്യാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതുവരെ? ആ മസാല ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെ ശ്രദ്ധിച്ചു? നമ്മളൊരു വാതിന്റെ സദസ്സിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ 10 അമല് കിട്ടണം. അതിനുള്ളതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയാണ് വാത്. ഇനി ശ്രദ്ധിക്കണം നല്ലതുപോലെ. ഇനി അമലിനുള്ളത് ഇങ്ങനെ പറഞ്ഞങ്ങ് പോവാൻ. അപ്പൊ എന്ത് ചെയ്യണം? പണ്ഡിതന്മാർ പറയുന്നു, ഇടത് കാല് വെച്ച് ചെരുപ്പിന്റെ മുകളിലേക്കൊന്ന് ഇറങ്ങി അങ്ങ് നിൽക്കണം. അല്ലെങ്കിൽ പള്ളിയിലെ വെളിയോട്ടായിക്കോട്ടെ. പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത് എങ്ങനെ ഇറങ്ങേണ്ടത്? ഇടത് കാല്. നേരെ ഇടത് കാല് കൊണ്ട് നിങ്ങൾ ഇടരുത് ചെരുപ്പ്. കാരണം ചെരുപ്പ് ഇടേണ്ട ഇതാണ്, വലത് കാലാണ് ഇടേണ്ടത്. അത് ഷൂവോ ബാക്കിൽ കെട്ടൊക്കെ ഉള്ളതാണെങ്കിൽ ഇരുന്നിട്ടാണ് ഇടേണ്ടത്. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പാൻസ് ഇടുക, സറാവീര് ധരിക്കുക, അങ്ങനെയൊക്കെ ധരിക്കുമ്പോൾ എന്ത് വേണം? ഇരുന്നിട്ട് വേണം ധരിക്കാൻ. നിന്നുകൊണ്ട് ഇങ്ങനെ ഒറ്റക്കാല ഡാൻസ് കളിക്കാൻ പാടില്ല. അങ്ങനെ ഇടാൻ എനിക്ക് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ പാടില്ല. നബി തങ്ങളുടെ ചര്യക്കെതിരാണ്. അതാണ് ഈ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യക്കെതിരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെയ്യുന്നവരല്ലേ സുന്നികൾ. അപ്പം ഇടത് കാല് വെച്ച് ചെരുപ്പിന്റെ മുകളിലേക്ക് ഇറങ്ങി നിൽക്കുക. നിന്നതിന് ശേഷം പിന്നീട് വലത് കാല് ആദ്യം കയറ്റുക, അതിനുശേഷം ഇടത് കാല്. ചെരുപ്പ് ഊരുമ്പോ ആദ്യം ഇടത് കാല് ഊരാൻ മടിക്കരുത്, അത് ശ്രദ്ധിക്കണം. ആദ്യം ഇടത് കാല്, പിന്നീട് വലത് കാല്. ഇതൊക്കെ ചെയ്താണല്ലോ പിന്നെ സുന്നി എന്ന് പറയാൻ നിന്നെ കടത്തി വെട്ടാൻ വേറെ ആരും ഉണ്ടാവില്ല. ഏത് കാലാണ് ചെരുപ്പിലിടുന്നത്? ഒന്നുമില്ല. ബാത്റൂമിൽ ഇനി എത്ര നല്ല ടൈൽ ഒട്ടിച്ച ബാത്റൂമാന്ന് പറഞ്ഞാലും ചെരുപ്പ് അതിനകത്ത് വേണം. ചില വീടുകളിലൊക്കെ നല്ല ടൈലൊട്ടിച്ചിട്ടുണ്ട്, മനോഹരമായ രീതിയിലൊക്കെ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തൊരു ചെരുപ്പിട്ടിട്ട് വെറുതെ അങ്ങനല്ല, ചെരുപ്പ് വേണം. ചെരുപ്പിട്ട് തന്നെയാണ് ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടത്. പരിശുദ്ധ പ്രവാചകന്റെ ചര്യയാണ്, അതങ്ങനെ തന്നെ ഉപയോഗിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. കാരണം നമ്മൾ കാണുന്നതാകുന്ന ഒന്നല്ല ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ പരസ്യത്തിൽ കാണുന്ന പോലെ ഇങ്ങോട്ട് വന്നിട്ട് 2 കൈയും കാലും വെച്ചുകൊണ്ട് നിൽക്കുന്നതൊന്നുമല്ല. അതല്ല ബാക്ടീരിയ. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത നിലയ്ക്കാണ് ഫംഗസുകൾ ഉണ്ടാകും, ബാക്ടീരിയ ഉണ്ടാവും. അതുകൊണ്ട് ചെരുപ്പ് ധരിച്ചേ പറ്റും. അസുഖങ്ങൾ പിടിപെട്ടിട്ട് പിന്നെ കടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ആ ചെരുപ്പ് ഇറങ്ങുന്നതിന് മുമ്പ് വൃത്തിയായി കഴുകിയിട്ട് ഒരു സൈഡിൽ ചാരിയോ എങ്ങനെ വേണമെങ്കിലും വെക്കാം, മാറ്റി വെക്കാം. ആ ചെരുപ്പൊന്ന് മാറ്റുകയും വേണം. ചിലര് വീട് വെച്ചാന്ന് കൊണ്ടിട്ട ചെരുപ്പാണ്. 53 വർഷം കഴിഞ്ഞ് എന്റെ വല്യപ്പ ഉപയോഗിച്ച ചെരുപ്പാണ്. ഉസ്താദ് ഇട്ട് അത്രയും ഉസ്താദ് അതിട്ടോണ്ട് കയറി കേട്ടോ ഉസ്താദ്. വേറെ അല്ലാഹ് ആ ചെരുപ്പ് കണ്ടാൽ തന്നെ പിന്നെ ബാത്റൂമിലോട്ട് തന്നെ കയറണമെന്നില്ല. അങ്ങനത്തെ സൈസ് ചെരുപ്പുണ്ട്. അത് പള്ളികളിലും ഉണ്ട്. ചില പള്ളികളുണ്ട് നമ്മൾ സ്വന്തം വാങ്ങിച്ചു വെച്ചതാകുന്ന ചെരുപ്പ് ഷൂ ഇട്ടുകൊണ്ട് ആ ബാത്റൂമിൽ കയറാൻ പറ്റൂല. കമ്മിറ്റിക്കാര് എഴുതി വെച്ചിരിക്കുക ചെരുപ്പ് പുറത്തിടുക. എന്നിട്ട് ഇവിടെ ഇട്ടോ, ഇവിടുന്ന് നടന്ന് അപ്പുറത്ത് എന്നിട്ട് കുഷ്ഠരോഗം പിടിച്ചവനും പാണ്ട് പിടിച്ചവന്റെയും ചൊറി ബാധിച്ചവന്റെയൊക്കെ അവനൊക്കെ ഇട്ട് കൈമാറിയതാകുന്ന ചെരുപ്പുണ്ട് അവിടെ കിടക്കാൻ. അത് ഇട്ടുകൊണ്ട് ബാത്റൂമിൽ കയറി തിരിച്ചിറങ്ങാൻ. തിരിച്ചിവിടെ വരുമ്പോഴത്തേക്ക് ഇവന്റെ കാല വട്ടച്ചൊറിയെ അല്ല വരാനുള്ള സർവ്വ അസുഖവും വന്നു. ഇതൊക്കെ പള്ളികളിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ കമ്മിറ്റി പരിപാലക സമിതികൾ ശ്രദ്ധിച്ചോ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. അതിനങ്ങനെ കാണിക്കുന്നു. അവിടെ അഴുക്കാവുമെന്നോ? അതിനൊരാളെ ജോലിക്ക് നിർത്തിയിട്ട് കഴിയിക്കണം. ഈ കഴുകാൻ പറ്റത്തില്ലേ? പ്രസിഡന്റ് ഇറങ്ങി അവിടെ കഴുകണം. അതാണ് ഖിദ്മത്ത്, സേവനം. അതാണ്. ഇതൊക്കെ സമൂഹം അറിയണം, പഠിച്ചു വെക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞത്, മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളെല്ലാം ലാഭം പിടിക്കുക. 2 തൈലം കൂടെ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെരുപ്പിട്ട് കയറാൻ പാടില്ല. നിയമം വെച്ചിരിക്കുക, അങ്ങനെ ആകാൻ പാടില്ല. ചെരുപ്പ് ഇടണമെങ്കിൽ 2 ചെരുപ്പ് കൊണ്ട് ഇടും. ആ ചെരുപ്പ് വൃത്തിയുള്ള ചെരുപ്പാണെങ്കിൽ കുഴപ്പമില്ല, അതുമില്ല. കാരണം എത്ര ആളുകളാണ്, പല ആളുകളും മുസാഫിരീങ്ങളും അല്ലാത്തവരും ഒക്കെ വന്നിടുകയാണ് ഈ ചെരുപ്പ്. ആർക്കൊക്കെ ഏതൊക്കെ രോഗങ്ങൾ ഉണ്ടാകാം, പകരുന്ന രോഗം, ചൊറിയുള്ളവന്റെ മറ്റുള്ള അസുഖക്കാരന്റെ ഒക്കെ അസുഖങ്ങൾ പകരൂരെ. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെരുപ്പൊക്കെ കൊല്ലമെങ്കിലും ഒന്ന് മാറ്റണം. ചെറിയ വിലയേ ഉള്ളൂ. 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ജോഡി ചെരുപ്പ് കിട്ടും. 2-3 ജോഡി ചെരുപ്പെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം.
അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ബാത്റൂമിലേത് വളരെ ശ്രദ്ധിക്കണം. കാരണം അസുഖങ്ങൾ വരുത്താതെ വളരെ ശ്രദ്ധിക്കണം. ഒരു വീടിന് ഏറ്റവും അവിഭാജ്യ ഘടകം ശുദ്ധിയാണ്. അതാണ് വേണ്ടത്. ഒരു വീട് വെച്ചാൽ മനോഹരമായ വീട് വെക്കുക എന്നുള്ളതിലല്ല, ആ വീട് ശുദ്ധിയിൽ സൂക്ഷിച്ചുകൊണ്ട് പോകുന്നതിലാണ് കാര്യമിരിക്കുന്നത്. അതിന് ഭാര്യയും ഭർത്താവും ഒരേപോലെ പരിശ്രമിക്കണം. രണ്ടുപേരും പരിശ്രമിക്കണം. മാസത്തിൽ മാറാലകളൊക്കെ തൂക്കാൻ വേണ്ടി ഭർത്താവും ഇറങ്ങണം ഭാര്യയോടൊപ്പം. വീടിന്റെ ജനൽ കമ്പികൾ, ജനലുകൾ, വാതിലുകൾ ഒക്കെ നല്ല തുണി വെള്ളം കൊണ്ട് തുടച്ച് വൃത്തിയായി നല്ലതുപോലെ ശുദ്ധീകരിക്കണം. ഇനി അതിനൊന്നും നിൽക്കാൻ വയ്യേ, മേലനങ്ങാൻ വയ്യ, ഒരാളെയെങ്കിലും സമ്പത്തുള്ളവനാണെങ്കിൽ ജോലിക്ക് നിർത്തിയിട്ട് അതൊക്കെ ചെയ്യണം. വീടൊക്കെ പരിസരമൊക്കെ വൃത്തിയാക്കണം. പരിസരത്ത് മുഴുവൻ കാട് പിടിച്ചു കിടക്കാണ്, അത് മുഴുവനും വൃത്തിയാക്കണം. അത് ഏതെങ്കിലും ആണ്ടിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വർഷത്തിലോ റമദാൻ വരട്ടെ അങ്ങനെയൊന്നുമില്ല, എപ്പോഴും വൃത്തിയായിരിക്കണം. അത്തഹൂറു ശത്രുൽ ഈമാൻ, അത്തഹൂറു നിസ്ഫുൽ ഈമാൻ. വിശ്വാസത്തിന്റെ പകുതിയാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ് ശുദ്ധീകരണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല ആളുകളും ആ വിഷയത്തിൽ ശ്രദ്ധിക്കാറില്ല. ടോയ്ലറ്റ് മാത്രം ശുദ്ധീകരിച്ചാൽ പോരാ, വീടിന്റെ എല്ലാ ഭാഗങ്ങളും മുക്കുമൂലകളും ശ്രദ്ധിക്കണം. രാത്രിയിൽ അടിച്ചുവാരി കൂട്ടിയിടാൻ പാടില്ല, ദാരിദ്ര്യമുണ്ടാകും. പണ്ഡിതന്മാർ പഠിപ്പിച്ചതാ. വീട് അടിച്ചു വാരുക, ചില സ്ത്രീകൾ തുടങ്ങുക മഗ്‌രിബ് കഴിഞ്ഞിട്ടാണ്, മഗ്‌രിബോട് അടിച്ച സമയത്താണ്. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് ഒരു മൂലക്കൊണ്ട് കൂട്ടിയിടും, ദാരിദ്ര്യം ഉണ്ടാകും. വീടിന്റെ വാതിൽപ്പടിയിൽ ഇരിക്കാൻ പാടില്ല, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. അടുക്കളയിൽ ചിലപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് കറിക്കുള്ള സാധനങ്ങൾ അരിയുന്ന സഹോദരിമാരുണ്ട്, ദാരിദ്ര്യമുണ്ടാകും. ഇതൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഒന്ന് മറിച്ചു നോക്കി, എത്ര കാര്യങ്ങളാണ് പറയുന്നത്. വളരെ ശ്രദ്ധിക്കണം. ഇട്ടിരിക്കുന്ന വസ്ത്രം അത് ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് തന്നെ അതിന് സൂചി കൊണ്ട് തയ്ക്കാൻ പാടില്ല. ഒരു കീറല് കണ്ടു, അത് ശരീരത്തിൽ നിന്ന് ഊരിയെടുത്തിട്ട് വേറൊരു വസ്ത്രം ശരീരത്തിൽ ധരിച്ചിട്ട് എന്ത് ചെയ്യാവുള്ളൂ, അത് തയ്ക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ ഒരു ബട്ടൺസ് പൊട്ടിപ്പോയിട്ടുണ്ടാവും, മകള് സ്കൂളിൽ പോകാൻ അല്ലെങ്കിൽ മദ്രസയിൽ പോകാൻ, ഇപ്പൊ തയ്ച്ചേരാ വേഗം വേഗം ഉമ്മ, അങ്ങനെ തയ്ക്കാൻ പാടില്ല. ഒരു ബട്ടൺസ് ആണെങ്കിൽ പോലും ദാരിദ്ര്യമുണ്ടാക്കും. ഇതൊക്കെ പഴയ കാലഘട്ടങ്ങളിൽ വഅലുകളിൽ പറഞ്ഞിരുന്നു, അതൊക്കെ തന്നെ ശ്രദ്ധയും ഉൾപ്പെടുത്തിയിരുന്നു. ഉമ്മമാരതൊക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നു. ഇന്നത് പറയുകയുമില്ല, ആരും ശ്രദ്ധിക്കുന്നുമില്ല. നിസ്സാരമായ കാര്യങ്ങളാണ്, പക്ഷെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇന്ന് പല കാര്യങ്ങളും അങ്ങനെയാണ്. തിയറി പഠിച്ചിട്ടുണ്ട്, പക്ഷെ പ്രാക്ടിക്കൽ ഇല്ല. എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത് എന്ന് പുസ്തകം നോക്കി നല്ലതുപോലെ പഠിച്ചത് കൊണ്ട് മാത്രമായില്ല, വണ്ടി ഓടിക്കാനും നല്ലതുപോലെ പഠിച്ചിരിക്കണം. ഓടിക്കാൻ അറിഞ്ഞിരിക്കണം, അപ്പോഴേ അവൻ യഥാർത്ഥ വണ്ടി ഓടിക്കുന്നവനാകുകയുള്ളൂ. ഇത് നിസ്കരിക്കാനുള്ള ഷർത്തുകൾ അറിയാം, അതിന്റെ ഫർളുകൾ അറിയാം, ഏതൊക്കെ സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടെന്നറിയാം. എല്ലാം മദ്രസയിൽ നിന്ന് വ്യക്തമായി പഠിച്ചവനാണ്. ഭക്ഷണത്തിന്റെ മര്യാദകൾ പഠിച്ചവനാണ്. നിസ്കാരത്തിന്റെ ഫുറൂദുകളും സുന്നത്തുകളും ഒക്കെ പഠിച്ചവനാണ്. പക്ഷെ ഇവൻ വീട്ടിലേക്ക് വരുമ്പോ വീട് യഥാർത്ഥ രീതിയിൽ ഇസ്ലാമികമായ ചുറ്റുവട്ടത്തിലല്ല. വീടിന്റെ അകത്തളങ്ങളിൽ പ്രാക്ടിക്കലായി വരുന്നില്ല. നിസ്കാരം വീടിന്റെ അകത്തളത്തിലില്ല. കാരണം വാപ്പ സുബഹി നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്നതിന് വിനാപീസ് പള്ളിയിൽ സുബഹിക്ക് പോകുന്നവനാണോ വാപ്പ? എങ്കിലല്ലേ മകൻ കൃത്യമായി പള്ളിയിൽ പോകുള്ളൂ. വാപ്പ എഴുന്നേക്കുന്നത് 8 മണിക്കാണ്, അപ്പൊ മകന് 9 മണിക്ക് എഴുന്നേക്കും. ഉമ്മ എഴുന്നേക്കുന്നത് 10 മണിക്കാണ്, അപ്പൊ മകള് പിന്നെ 11 മണിക്ക് എഴുന്നേക്കും. എന്നിട്ട് ഈ വാപ്പായും ഉമ്മായും എന്റെ മക്കള് രണ്ടുപേരും നിസ്കാരമൊന്നുമില്ല, നിങ്ങൾ എത്ര മണിക്ക് നിസ്കരിക്കും? ഞാൻ കറക്റ്റ് 9:30 സുബഹി നിസ്കരിക്കും. അതാ അവസ്ഥ, അതാണ് അവസ്ഥ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാൻ പറയുന്നത് മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തിയറി പ്രാക്ടിക്കലായി നമ്മുടെ വീടുകളിൽ വരണമെങ്കിൽ നമ്മുടെ വീടുകൾ അവ്വൽ വഖത്ത് സുബഹി നിസ്കരിക്കുന്നവരായിരിക്കണം, എങ്കിലേ രക്ഷപ്പെടുള്ളൂ. ഇത് വീട്ടിൽ സുബഹി നിസ്കാരം ഇല്ല, വാപ്പ പള്ളിയിൽ പോകുന്ന ശീലമുള്ള കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ട് അദ്ദേഹത്തിന്റെ മകൻ പള്ളിയിൽ പോകും, നിസ്കരിക്കും, വാപ്പ കൂടെ കൊണ്ടുപോകും ഉറപ്പാണ്. ഉമ്മ ഒരു വഖത്ത് സുബഹി നിസ്കരിക്കുന്നവളാണ് എങ്കിൽ ഉമ്മ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർത്ത് മകളെ നിർത്തും. മോളെ എഴുന്നേക്ക് ബാബാ സുബഹി നിസ്കരിക്കും ബാബാ എന്ന് പറഞ്ഞ് സുബഹി നിസ്കരിക്കും. അങ്ങനെ ശീലം വരണം, പ്രാക്ടിക്കലാകണം നമ്മുടെ വീടുകൾ. നമസ്കാരം കറക്റ്റ് ആക്കണം, ദിക്റുകൾ കറക്റ്റ് ആക്കണം. മഗ്‌രിബിന് തൊട്ട് മുമ്പ് ചേർത്തിരുത്തിക്കൊണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്
ഒരു 10 മിനിറ്റ് വാപ്പാടെ നേതൃത്വത്തിൽ ഒരു ഹൽഖ വീട്ടിൽ സംഘടിപ്പിക്കണം. മഗ്‌രിബിന് തൊട്ട് മുമ്പ് മക്കളെയും എല്ലാവരും വിളിച്ചിരുത്തിയിട്ട്, മരുമക്കളെ കൊണ്ട് അപ്പുറത്തിരുന്നോട്ടെ, പെൺകുട്ടികൾ അപ്പുറത്തിരുന്നോട്ടെ, എല്ലാവരും ആ സമയത്ത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല. മുതിർന്ന വാപ്പ തന്നെ തുടങ്ങണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി പ്രായം ചെന്ന വാപ്പ അങ്ങോട്ട് ചെല്ലാൻ, മക്കളൊക്കെ അത് ഏറ്റ് ചെല്ലാൻ. എല്ലാം കഴിഞ്ഞ് ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് വാപ്പ ഒരു ചെറിയ ദുആ, അറബി അറിയില്ല, മലയാളത്തിൽ മതി. അല്ലാഹു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നീ ഖൈറിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ, സമാധാനത്തിലാക്കണേ അല്ലാ, ഈ ഐശ്വര്യങ്ങളൊക്കെ നിലനിർത്തിത്താ അല്ലാ. എന്താ ദുആ ചെയ്തൂടെ സഹോദരങ്ങളെ? നമ്മുടെ വീടുകൾ ഐശ്വര്യമുണ്ടാകും. വാപ്പയില്ല, ഗൾഫിലാണ്, ഉമ്മയുടെ മേലാണ് പിന്നീട് ദൗത്യം. ഉമ്മ ശ്രദ്ധിക്കണം. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ, ഉമ്മ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവളാകണം. മക്കളെ നേർവഴിക്ക് നയിക്കുന്നവളാകണം. കറക്റ്റായി ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം.